പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ. ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. അദ്ദേഹം വന്നതിന് ശേഷം നൂതനമായ പല കാര്യങ്ങളും മാപ്രാണത്തോടനുസരിച്ച് ചെയ്യുകയുണ്ടായി. ഫുഡ് ഫോർ വർക്ക് ആ ബേസിൽ അദ്ദേഹം 9-10 വീടുകൾ മാപ്രാണം ഇടവകയിൽ അദ്ദേഹം നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി. മാപ്രാണം ഇടവകയിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തേക്കാനത്തച്ഛൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠനാർത്ഥം ആലപ്പുഴയിലേക്ക് പോയി. കുറച്ചു വർഷങ്ങൾ ആലപ്പുഴയിലും പിന്നീട് കൽക്കട്ടയിലുമായി തൻ്റെ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തീകരിച്ചു. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ഈ വൈദികൻ എന്നും കർമ്മനിരതനാണ്. കണ്ടശാങ്കടവ് അദ്ദേഹം വികാരിയായിരിക്കുമ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇടവക ഭരണത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള നൂതനങ്ങളായിട്ടുള്ള പരിപാടികൾ എന്നും എല്ലാവരും എപ്പോഴും ഓർക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തു തന്നെ സഭയുടെ പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തു തന്നെ പ്രവർത്തിക്കാനായി പോയിട്ടുണ്ട്. അജപാലന രംഗത്ത് സുസ്ഥിരമായ സേവനം ചെയ്യുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നാനാവിധത്തിലുള്ള പല മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനായി അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ്.
ഞങ്ങളെ എപ്പോഴും ഫാദറിനെ സംബന്ധിച്ച് ഞങ്ങളെ ആകർഷിച്ച ഒരു വലിയ ഘടകമെന്ന് പറയുന്നത് സാധാരണ വൈദികർ അവർ ശ്രദ്ധിക്കുന്ന വലിയൊരു മേഖലയുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ്. ആ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ ധീരമായി തന്നെ ആ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറാനായിട്ടുള്ള അജേയമായിട്ടുള്ള ഒരു ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു വൈദികനാണ് ഫാദർ ആൻ്റണി തേക്കാനത്ത്. രണ്ടായിരത്തി 2006 കാലഘട്ടത്തിലാണ് തേക്കാനത്തച്ഛൻ കണ്ടശാം കടവ് സെൻറ് മേരീസ് ഫൊറോന പള്ളി വികാരിയായിരിക്കുന്നത്. കണ്ടശാങ്കടവ് സെൻറ് മേരീസ് ഫൊറോന പള്ളിയുടെ വികാരിയായിട്ട് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആൻ്റണി തേക്കാനത്തച്ഛൻ 2003 ഇവിടെ സേവനമനുഷ്ഠിച്ചു തുടങ്ങിയത്. 2006 വരെ അദ്ദേഹത്തിൻ്റെ സുത്യർഹമായ സേവനം ഈ ദേവാലയത്തിനും ഈ ഇടവകക്കാർക്കും ഈ നാട്ടുകാർക്കും വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയല്ലേ? അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മതപരമായ കാര്യങ്ങൾക്ക് വളരെയധികം ശുഷ്കാന്തി കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആളുകൾക്കൊക്കെ ഭക്തിയോടുകൂടി തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും അതുപോലെ തന്നെ കുമ്പസാരം, വിശുദ്ധ കുർബാന സ്വീകരണം മുതലായ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തുവാനും അന്ന് പ്രത്യേക പരിശീലനം എന്ന് പറയാം ഇടവക ജനത്തിന് കിട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൃത്യതയും കണിശവും അതുപോലെ തന്നെ നീതിയും സത്യവും പ്രായോഗിക ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് പ്രത്യേക പരിശീലനം തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഇടവക ജനങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഞങ്ങളുടെയൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചുണക്കുട്ടനായിരുന്നു അദ്ദേഹം, അല്ലേ വിൻസെൻ്റ് ഡേവിസ്? സംശയം. ഇത് കണ്ടശാങ്കടവ് മാർക്കറ്റ്. ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് പള്ളിവക ബിൽഡിങ്ങുകളിലാണ്. പള്ളിയുടെ പ്രധാന വരുമാന മാർഗമാണ് ഈ മാർക്കറ്റിലെ വാടകപ്പിരിവ്. കണ്ടശാങ്കടവ് പള്ളിയുടെ പ്രധാനപ്പെട്ട ആദായം വരുമാന മാർഗം പള്ളിയോടനുബന്ധിച്ചുള്ള മാർക്കറ്റായിരുന്നു. അത് പണ്ട് കാലത്തെ തുടങ്ങിയിട്ടുള്ളതാണ്, 100-200 കൊല്ലം മുമ്പ്. ഇപ്പോഴത് ധന്യമായ രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് അച്ഛൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ മാർക്കറ്റ് അതൊരു താഴ്ന്ന നിലയിലായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് അവിടുത്തെ തരക് കച്ചവടക്കാരും അതുപോലെ തന്നെ പീഡികക്കാരും ഒക്കെ ഒരു ഉഷാറായിരുന്നില്ല, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അച്ഛൻ്റെ കാലഘട്ടത്തിൽ ആ മാർക്കറ്റ് നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് അച്ഛൻ വളരെയധികം കടഞ്ഞ് പരിശ്രമിച്ചു. അതിലെ പ്രധാനപ്പെട്ട വേദി അന്നത്തെ ആ തരക് സിസ്റ്റവും അതുപോലെ തന്നെ പീഡികകളുടെ വാടക സിസ്റ്റവും. അന്ന് വളരെ തുച്ഛമായ വാടകയും തരകും ഒക്കെ ആയിരുന്നു അന്ന് പള്ളിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കാലാനുസൃതമായ വർധനയ്ക്ക് വേണ്ടിയിട്ട് അത് വർധന ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അവിടുത്തെ കച്ചവടക്കാർക്കും മറ്റും ഉണ്ടായിരുന്ന ആ വൈഷമ്യങ്ങൾ ആലോചിച്ചാണെങ്കിൽ പോലും കാലാനുസൃതമായ വർധന അത്യാവശ്യമായതിനാൽ അത് വർദ്ധിപ്പിക്കുവാനായിട്ട് അദ്ദേഹം വളരെയധികം ജാഗ്രത പുലർത്തി. അല്പസ്വല്പമൊക്കെ വിഷമതകൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അച്ഛൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം പള്ളിയുടെ തീരുമാനങ്ങൾക്കൊക്കെ വിധേയമായിട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ കച്ചവടക്കാരും
അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും സഹകരിച്ച് ഒത്തൊരുമയോട് കൂടിയിട്ട് ആ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് സാധിച്ചു. അത് പള്ളിക്ക് ഇന്ന് ഒരു മുതൽക്കൂട്ടാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരിക്കൽ പള്ളിയും വാടകക്കാരും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. എന്നാൽ വികാരിയച്ഛൻ എന്ന നിലയിൽ തേക്കാനത്തച്ഛൻ്റെ നയപരമായ ഇടപെടൽ അതിനെയെല്ലാം നിർവീര്യമാക്കി. വാടകക്കാരും പള്ളിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തേക്കാനത്തച്ഛന് കഴിഞ്ഞു. കണ്ടശാങ്കടവ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതാണ് കണ്ടശാങ്കടവിലെ മാർക്കറ്റ്. ഇവിടുത്തെ വ്യാപാരങ്ങളുടെ വികസനത്തിന് വേണ്ടി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ പീഡിയ മുറികൾ പണിത് വാടകയ്ക്ക് കൊടുക്കുകയും കണ്ടശാങ്കടവ് പാലം വരുന്നതിന് മുൻപ് പടിഞ്ഞാറ് മേഖലയിലുള്ള വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ, നാട്ടിക ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിച്ച് പോകുമായിരുന്നു. പാലം വന്നതിന് ശേഷം വണ്ടികളൊക്കെ നേരെ പടിഞ്ഞാറ് തീരദേശങ്ങളിലേക്കൊക്കെ പോവുകയും അവിടെ ചരക്കിറക്കുകയും തുടങ്ങി. അപ്പോൾ ഈ പള്ളിയാണ് ഇതിനു വേണ്ടി മുൻകൈ എടുത്തതും വളരെ കാലമായിട്ട് നടത്തി വന്നിരുന്നതും. ഞാനുള്ള അവസരത്തിലുണ്ടായ ഒരു പ്രശ്നം, പള്ളിക്ക് നിസ്സാരമായ വാടകയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ വാടക ഒന്ന് വർദ്ധിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കടക്കാരോട് പറഞ്ഞപ്പോൾ അവരതിന് തയ്യാറായില്ല. അപ്പം നിയമപരമായ മാർഗങ്ങൾ കൂടി അതിനുള്ള നടപടികളെടുത്തു. അവസാനം അതൊരു രമ്യതയിൽ എല്ലാവരും വാടക കൂട്ടി. അതിനുശേഷം കുറേ അധികം മുറികൾ പണിതു, കുറച്ചും കൂടിയൊക്കെ വിപുലമാക്കി. അങ്ങനെ ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു കണ്ടശാങ്കടവ്. ഇന്ന് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ടശാങ്കടവ് മാർക്കറ്റ്. കനോലി കനാലിലൂടെയുള്ള ആ ചരക്ക് ഗതാഗതം ഇന്ന് ഇല്ലെങ്കിൽ പോലും ഒത്തിരി സ്ഥലത്തു നിന്ന് പോലും ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുവാനും അതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുവാനും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ, മാർക്കറ്റിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ചെയ്ത പരിശ്രമങ്ങൾ എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശരിയല്ലേ? പിന്നെ അങ്ങനെയല്ലേ? മെയിനായിട്ട് അച്ഛൻ കോൺസെൻട്രേറ്റ് ചെയ്തത് അതാണ്. അതുകൊണ്ടൊന്ന് സാമ്പത്തിക ശേഷി മാത്രമല്ല, ഇവിടുത്തെ വ്യാപാര മേഖല പുരോഗതി, നാടിൻ്റെ പുരോഗതി, ഇതിനൊക്കെ അത് കാരണമായി തീർന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പ്രാർത്ഥനയുമാണ് ഇതിനെല്ലാം പിന്നിലെന്ന് ഈ വൈദികൻ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു. തേക്കാനത്തച്ഛൻ്റെ ജനകീയ പ്രതിബദ്ധതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് അന്തിക്കാട് ലക്ഷം വീട് കോളനി. ആയിരത്തി 1971-72 കാലഘട്ടങ്ങളിൽ ലക്ഷം വീട് കോളനികൾ കേരളത്തിൽ സ്ഥാപിതമായി. ഇപ്പോൾ ഓരോ പഞ്ചായത്ത് കമ്മിറ്റികളുടെ മേൽനോട്ടത്തിലാണ് ലക്ഷം വീട് സ്ഥലം കണ്ടെത്തുകയും പ്ലോട്ട് തിരിക്കുകയും
നിശ്ചയിക്കുകയൊക്കെ ചെയ്തത്. പഞ്ചായത്ത് അതിന് വിപുലമായൊരു കമ്മിറ്റി ഉണ്ടാക്കി. അന്തിക്കാട് പഞ്ചായത്ത് ലക്ഷം വീട് പദ്ധതിയുടെ കമ്മിറ്റിയിൽ എന്നെ പ്രത്യേകം ക്ഷണിക്കുകയും അതിലൊരു അംഗമായി എടുക്കുകയും ചെയ്തു. ഓരോ സ്ഥലത്ത് 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അന്നുണ്ടായത്. ഒന്ന് KK മേനോൻ്റെ ഷെഡിൻ്റെ കിഴക്കേ ഭാഗത്തൊരു പ്ലോട്ട്, 2 മേൻ്റെ ഷെഡിൻ്റെ തെക്കേ ഭാഗത്ത് മറ്റൊരു പ്ലോട്ട്. ഈ 2 സ്ഥലങ്ങളിലുമുള്ള പ്ലോട്ട് അളന്ന് തിരിച്ച് ഇടയിൽ റോഡ് ഇട്ട് ആവശ്യക്കാരന് കൊടുക്കുക എന്നുള്ള ചുമതല എന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് പ്ലോട്ട് അളന്ന് അതിൻ്റെ ഇടയിൽ വഴികളിട്ട് ഓരോ പ്ലോട്ടും ആർക്ക് കൊടുക്കണം, അതായിരുന്നു എൻ്റെ ചുമതല. പ്ലോട്ടെല്ലാം തിരിച്ച് ഓരോ പ്ലോട്ടിനും നമ്പർ ഇട്ടു. ആവശ്യക്കാരുടെ പേരുകളൊക്കെ എഴുതി ഒരുത്തിലിട്ടിട്ട് ആവശ്യക്കാരൻ്റെ ഒരു നറുക്കെടുക്കും. അതേസമയം പ്ലോട്ടുകളുടെ ചിട്ടിയിൽ നിന്ന് ഒരെണ്ണെടുക്കും. അപ്പോൾ ആദ്യം എടുത്ത ഈ പേരുകാരന് ആദ്യം കിട്ടുന്ന പ്ലോട്ടിൻ്റെ നമ്പർ ഭൂമിയായിരിക്കും ഉറയ്ക്കുക. അങ്ങനെ ആർക്കും ആക്ഷേപമില്ലാത്ത രീതിയിൽ ഈ നറുക്കെടുപ്പ് പരസ്യമായിരുന്നത് കൊണ്ട് അതിൽ യാതൊരു രഹസ്യവും ഉണ്ടായിരുന്നില്ല. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായി പഞ്ചായത്ത് വാങ്ങിയ തരിശുഭൂമി 8 സെൻറ് വീതമുള്ള പ്ലോട്ടുകളായി അളന്നു തിരിച്ച് ഈ 2 വീടുകൾക്ക് അടിത്തറ കെട്ടിക്കൊടുത്തത് തേക്കാനത്തച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ജനകീയ കമ്മിറ്റിയായിരുന്നു. ഐക്യമുന്നണി സർക്കാരിൻ്റെ കാലത്ത് ശ്രീ MN ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി ഉണ്ടാക്കിയ കാലഘട്ടത്തിലാണ് ഞാൻ മറ്റൊരു രീതിയിൽ അച്ഛനുമായിട്ട് പ്രവർത്തിക്കുന്നത്. അന്നങ്ങനെ ലക്ഷം വീട് പദ്ധതികൾ ഓരോ പ്ലോട്ടുകൾ നിശ്ചയിക്കുന്ന സമയത്ത് ഒരു ജനകീയ കമ്മിറ്റി അവിടെ രൂപം കൊടുക്കുന്ന ഒരു സ്വഭാവം അന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് CPI-കാരൻ എന്ന നിലയിൽ ഞാനതിലെ ഒരു പ്രതിനിധിയായി എൻ്റെ പാർട്ടി നിയോഗിക്കപ്പെട്ട് മറ്റു കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പാരീസ് രാവണി, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഫാദർ ആൻ്റണി തേക്കാനത്ത്, അങ്ങനെ ഞങ്ങൾ ആണ് ആ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ ലക്ഷം വീട് പദ്ധതിയുടെ തറകെട്ട്, അതായത് ഇന്ന് കാണുന്ന KK മേനോൻ ഷെഡിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ലക്ഷം വീട് പദ്ധതിയുടെ തറ നിർമ്മാണവുമായി ആ ജനകീയ കമ്മിറ്റിയിലാണ് ഞാൻ അച്ഛനെ ഒന്ന് ബന്ധപ്പെടുന്നത്. അതിൽ തറകെട്ടിൽ വെറുതെ ഇങ്ങനെ ഞാനന്ന് 10, 20, 21 വയസ്സ് പ്രായം എനിക്കന്നുണ്ടായിരുന്നുള്ളൂ. അച്ഛനും അതിൽ നിന്ന് വലിയ വ്യത്യസ്തമല്ല, അവർ 10, 30, 31 വയസ്സ് പ്രായം. അപ്പോൾ രാവണ്യേട്ടനും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാനതിലൊരു ശിശു. അങ്ങനെ ആ തറകെട്ട് ഞങ്ങൾ കെട്ടി കാലത്ത് 8 മണിക്ക് ഞങ്ങൾ ചെന്ന് പണിക്കാർ വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ മേൽനോട്ടത്തിലാണ് അതൊക്കെ നടത്തിയിരുന്നത്. ഞങ്ങൾ 3 പേരും കഞ്ഞി കുടിക്കാൻ പോകുന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഏതാണ്ട് ഒരു ദണ്ണ് നീളത്തിൽ ഈ തറകെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താ നമ്മൾ പോയി വരുമ്പോഴേക്കും ഇത്രയും ദൂരം കെട്ട്. അങ്ങനെ കെട്ടിനകത്ത് ഒരു കളങ്കമുണ്ടെന്ന് അന്ന് ഫാദറിന് തോന്നി. ഫാദറിൻ്റെ പിന്നിൽ ഞങ്ങൾ നിന്നതുകൊണ്ട് അത് പൊളിച്ച് കെട്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയുണ്ടായി. അപ്പോൾ ആൾ ഏർപ്പെടുന്ന ഒരു കാര്യത്തിൽ ആ ഒരു സേവനം തന്നെയല്ല, അതിൽ വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം അത് പരിശോധിക്കുകയും അത് നിർവഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പണി അദ്ദേഹം നൽകി. അച്ഛൻ്റെ സാങ്കേതിക രംഗത്തെ പ്രാവീണ്യത്തിൻ്റെ ഗുണഭോക്താക്കൾ സഭാസമൂഹത്തിലും പൊതുസമൂഹത്തിലുമുണ്ടെന്ന് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മെ ബോധ്യപ്പെടുത്തുന്നു.
നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമ്മകൾ പീ